ദേവരാഗം രചനാ സംഭാഷണം മൈഥിലി മിത്ര ഭാഗം 37. വൈശാഖി ഡാൻസിന് പേര് കൊടുത്തിരിക്കുന്നത് കണ്ടു. 2-3 കുട്ടികളെ കൂടെ നിങ്ങളുടെ ക്ലാസ്സിൽ നിന്ന് അറേഞ്ച് ചെയ്യാൻ പറ്റുമോ? സിദ്ധാർത്ഥ് അവളുടെ മുൻപിലായി ചെന്ന് നിന്നുകൊണ്ട് തിരക്കി, അതും വളരെ ഗൗരവത്തോടെ. എനിക്കറിയില്ല. അവളിൽ പൊടുന്നതിന് ഒരു പരിഭ്രമം ഉണ്ടായി. തന്നെ തനിച്ചു വിട്ടിട്ട് മുന്നോട്ടേക്ക് നടന്നു പോകുന്ന മഹാദേവനെ നോക്കിക്കൊണ്ടായിരുന്നു വൈശാഖി മറുപടി പറഞ്ഞത്. എടോ, ഒരു ഗ്രൂപ്പ് ഡാൻസ് ആണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇനിയും വേണം 2-3 കുട്ടികളെ കൂടെ. ഇയാളുടെ ക്ലാസ്സിൽ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് ചോദിച്ചു നോക്കൂ. സിദ്ധാർത്ഥ് അവളെ കണ്ണ് ചിമ്മാതെ നോക്കിയെന്നു. ഞാൻ ചോദിക്കാം. അവൻ്റെ ആ നോട്ടം നേരിടാനാവാതെ വൈശാഖിക്ക് അവിടെ നിന്നും എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടു പോയാൽ മതിയെന്ന് മാത്രമേ ഉണ്ടായിരുന്നപ്പോൾ. അതുകൊണ്ട് തന്നെ അവൾ കയറി സമ്മതം പറയുകയും ചെയ്തു. എങ്കിൽ ശരിയടോ, ഉച്ചയ്ക്ക് വന്നതിനോട് പറഞ്ഞാൽ മതി. നാളെ വൈകിട്ട് തൊട്ട് പ്രാക്ടീസ് തുടങ്ങും. സിദ്ധാർത്ഥ് കുലുക്കിക്കൊണ്ട് അവൾക്ക് പോകുവാനുള്ള സമ്മതം നൽകി. അവൻ്റെ സംസാരം നിന്നെന്ന് കണ്ടതും വൈശാഖി ഒറ്റ ഓട്ടമായിരുന്നു അവിടെ നിന്ന്. അവളെ കണ്ണിൽ നിന്നും മറയുന്നിടം വരെ സിദ്ധാർത്ഥ ആ പെണ്ണിനെ പ്രണയത്തോടെ നോക്കിക്കൊണ്ടു വന്നു. അതേസമയം മഹാദേവൻ മുന്നോട്ടേക്ക് കുറേയേറെ ദൂരം നടന്നു പോയിരുന്നു. സ്റ്റാഫ് റൂമിലേക്ക് കടന്നു പോകുന്ന ദേവനെയും കണ്ടുകൊണ്ടാണ് പെണ്ണൊടുവിൽ ഹിസ്റ്ററി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വരാതയിലേക്ക് കാലുകുത്തിയത്. അത്രയും നേരം ഓടി പാഞ്ഞെത്തിയത് കൊണ്ടാവാം അവളെ വല്ലാതെ കിതയ്ക്കുന്നുണ്ടായിരുന്നു. സ്റ്റാഫ് റൂമിന് മുന്നിലൂടെ നടന്നു പോകുമ്പോൾ മെല്ലെ ജനലിൽ കൂടി അകത്തേക്കൊന്ന് പാളി നോക്കി വൈശാഖി. സാറ് സ്വന്തം സീറ്റിലിരിക്കുന്നുണ്ട്. ആ മുഖത്ത് പ്രത്യേകിച്ച് യാതൊരു തരത്തിലുള്ള ദേഷ്യമോ കലിപ്പോ ഒന്നും തന്നെ ഇല്ലെന്നവൾ പ്രത്യേകം ശ്രദ്ധിച്ചു. ഭാഗ്യം. വൈശാഖിക്ക് ആശ്വാസത്തോടെ നെഞ്ചിനു മുകളിലായി തൻ്റെ വലങ്കൈ ചേർത്ത് പിടിച്ചുകൊണ്ട് വീണ്ടും നോക്കി. ബാഗിൽ നിന്ന് ഏതോ ഒരു ബുക്ക് എടുത്ത് വായിക്കുവാൻ തുടങ്ങുന്നതിൻ്റെ തത്രപ്പാടിലാണ് മഹാദേവൻ. സിദ്ധാർത്ഥിനോട് സംസാരിച്ചത് കൊണ്ട് അവൻ വഴക്കു പറയുമോ എന്നുള്ള ഒരു പേടി പെണ്ണിനുണ്ടായിരുന്നു. ഈ സാറിന് 24 മണിക്കൂർ ഇത് തന്നെയാണോ പണി? എപ്പോഴും എന്തെങ്കിലും ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുന്നത് കാണാം. അല്ലെങ്കിൽ വീട്ടിലെ എന്തെങ്കിലും പണികൾ ചെയ്തുകൊണ്ടിരിക്കും. സാധാരണ ആണുങ്ങൾ പുറത്തു പോകുന്ന പോലെയുള്ള പോക്കില്ല. കൂട്ടുകാരുടെ കൂടെ കറങ്ങി നടക്കുന്ന പതിവുമില്ല. സത്യം പറഞ്ഞ ഇതുപോലെയൊക്കെയുള്ള ചെറുപ്പക്കാരെ ഇന്നത്തെ കാലത്ത് കണി കാണാൻ പോലും കിട്ടില്ല. സാറിനെ കാണുമ്പോൾ രൂപക്കൂട്ടിൽ വെച്ച് മെഴുകുതിരി കത്തിക്കാനാ തോന്നണേ. പിന്നെ ആകെപ്പാടെയുള്ള ആർക്കും ഇഷ്ടപ്പെടാത്ത തരത്തിലുള്ള ഒരു സ്വഭാവം എന്തെന്ന് വെച്ചാൽ ആളിൻ്റെ പിശുക്കാണ്. അതിപ്പോൾ ഒരു മൊട്ടുസൂചിയുടെ കാര്യത്തിന് വേണ്ടിയാണേലും സാറ് തൻ്റെ സ്വഭാവം മാറ്റത്തില്ല. ഓരോന്നും ചിന്തിച്ചുകൊണ്ടാണ് ജലജോരം നിൽക്കുമ്പോഴാണ് മഹാദേവൻ മുഖമുയർത്തി നോക്കാൻ പോകുന്നത് പോലെ വൈശാഖിക്ക് തോന്നിയത്. ഈശ്വര, കണ്ടാൽ എന്നെ പൊരിക്കും. അവൾ പൊടുന്നനെ അവിടെ നിന്ന് ഓടി നേരെ ക്ലാസ്സിനകത്തേക്ക് ചാടിക്കയറി. ശ്വാസം ഒന്ന് ആഞ്ഞു വലിച്ചു വിട്ടുകൊണ്ട് സീറ്റിൻ്റെ അരികിലേക്ക് നടന്നുകൊണ്ട് നോക്കിയപ്പോൾ കണ്ടു റോസ് വന്നിരിക്കുന്നത്. ജോബിനെയും നിർമ്മലിനെയും നോക്കിയിട്ട് കാണുന്നുമില്ല. ഇതുവരെയും രണ്ടും വന്നില്ലേ? റോസിൻ്റെ അരികിലായി ചെന്നിരുന്നവൾ. വന്നില്ലടി, എവിടെയും തെണ്ടിത്തിരിഞ്ഞ് നടക്കുമായിരിക്കും. റോസ് അവളെ നോക്കി മനോഹരമായി ഒന്ന് ചിരിച്ചു. ആ. ബാഗ് എടുത്ത് ബെഞ്ചിൻ്റെ ഒരു വശത്തേക്ക് വെച്ചിട്ട് വൈശാഖി ഇളകിയിരുന്നു. എന്താടി മുഖം വല്ലാതെ ഇരിക്കുന്നേ? കൂട്ടുകാരുടെ ഇരിപ്പും ഭാവവും ഒക്കെ കണ്ടതും റോസിന് എന്തൊക്കെയോ സംശയങ്ങൾ തോന്നി. വൈശാഖി ഒന്നും പറഞ്ഞില്ല. മുഖം കുനിച്ചിരുന്ന് കളഞ്ഞു. എന്താടി, ആ ഗൗരി നിനക്കിട്ട് വീണ്ടും വല്ല പണിയും തന്നോ? റോസിൻ്റെ സംസാരത്തിന് മൂർച്ച കൂടി. അതെ എന്ന രീതിയിൽ വൈശു മുഖം ചലിപ്പിച്ചു. നിന്നെ കൊണ്ടൊന്നിനും കൊള്ളാത്തതുകൊണ്ടാ. ഇപ്രാവശ്യം എന്താണോ ആ ഗൗരി നിനക്ക് ഉരുട്ടി തന്നത്? റോസ് ദേഷ്യത്തിൽ ചോദിച്ചു. വൈശാഖി അവളെ മുഖമുയർത്തി നോക്കി. എന്നിട്ട് തലേ ദിവസം വൈകിട്ട് നടന്നത് തൊട്ട് ഇന്നിറങ്ങുന്നിടം വരെ മംഗലത്ത് വീട്ടിൽ ഗൗരി കാട്ടിക്കൂട്ടി ഓരോന്നും റോസിനെ മെല്ലെ പറഞ്ഞത് കേൾപ്പിച്ചു. നീ എന്തൊരു കോപ്പിലെ മോളാടി, നിന്നെയൊക്കെ ഉണ്ടല്ലോ. ഹോ, ഞാനൊന്നും പറയുന്നില്ല. ദേഷ്യം സഹിക്കാൻ വയ്യാതെ റോസ് അവൾക്ക് നേരെ ചീറി. വൈശാഖിയുടെ മുഖം സങ്കടം കൊണ്ട് വീങ്ങി. സാർ അവക്കിട്ട് 2 പൊട്ടിച്ചുകൊണ്ട് ഞാനൊന്നും കൂടുതൽ പറയുന്നില്ല. എന്തായാലും അങ്ങനെ പിശുക്കനാണേലും ഇത്തിരി മര്യാദ ഉള്ളവനാ. റോസ് വീണ്ടും വീണ്ടും എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരുന്നു. എന്നിട്ട് ബാലു എന്തിയേ? അപ്പോഴാണ് ഭാസ്കരൻ അവളുടെ കൂടെ വന്നിട്ടില്ലെന്നുള്ള കാര്യം റോസ് ഓർത്തത് തന്നെ. ബാലുവിൻ്റെ ഫ്രണ്ടിന് എന്തോ ആക്സിഡൻറ്റ് പറ്റിയെന്ന് ഹോസ്പിറ്റലിലേക്ക് പോയിരിക്കുക.
വൈശാഖി പിന്നിലേക്ക് ചാരിയിരുന്നു കൊണ്ട് ഫസ്റ്റ് പീരീഡിലേക്കുള്ള ടെക്സ്റ്റ് ബുക്ക് എടുത്ത് ഡെസ്കിന് മുകളിൽ വെച്ചു. പൊടുന്നനെയാണ് പെണ്ണ് ഇത്തിരി മുൻപ് സിദ്ധാർത്ഥ് തടഞ്ഞു നിർത്തി പറഞ്ഞ കാര്യം ഓർക്കുന്നത്. ഡി, ഇന്നൊരു സംഭവം ഉണ്ടായി. വൈശു അപ്പോൾ തന്നെ പാർക്കിങ്ങിൽ വെച്ചുണ്ടായ കാര്യം റോസിനോട് തുറന്നു പറഞ്ഞു. സിദ്ധേട്ടൻ നിന്നെയും കൊണ്ടേ പോവുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാം കേട്ടിട്ട് അതും പറഞ്ഞു ചിരിക്കുന്നവളുടെ കയ്യിൽ വൈശാഖി ഒരു ഞുള്ളു വെച്ച് കൊടുത്തു. എടി ദുഷ്ടേ, എൻ്റെ തൊലിയെല്ലാം പിച്ചി പറിച്ചെടുത്തല്ലോടി നീ. റോസ് ഞുള്ളിയുടെ ഒന്ന് തൂത്തു വിട്ടു. ഒന്നാമത് സാറിനെ പേടിച്ചാണ് ഞാൻ വരുന്നത്. അന്നേരവാ നിൻ്റെ ഒരു കളിയാക്കൽ. വൈശു മുഖം വേർപ്പിച്ചു. അല്ല, എനിക്കറിയാമല്ലായിട്ട് ചോദിക്കുക. നീ സാറിൻ്റെ വീട്ടിലെ വെറും ഒരു മാടക്കാരി തന്നെയല്ലേ. നീ എന്തിനാ സാറിനെ പേടിക്കുന്നേ? റോസ് നെറ്റി ചൊളിച്ചു. എനിക്കറിയില്ല റോസെ, പക്ഷേ സാറിനോട് എനിക്ക് മുടിഞ്ഞ പ്രണയമാടി എന്ന് അവളോട് തുറന്നു പറയാൻ വേണ്ടി തുനിഞ്ഞ സമയത്താണ് മഹാദേവൻ അവരുടെ ക്ലാസ്സിലേക്ക് പൊടുന്നനെ കയറി ചെന്നത്. വൈശാഖിയുടെ കണ്ണുകളിൽ അവനെ കണ്ടത് ഒരു പിടച്ചിലുണ്ടായി. ചുണ്ടിലൊരു ചെറുചിരിയും. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുന്നതിൻ്റെ കൂടെ അവളും എഴുന്നേറ്റ് നിന്നുകൊണ്ട് മഹാദേവനെ വിഷ് ചെയ്തു. അറ്റൻഡൻസ് എടുക്കലും ചോദ്യം ചെയ്യലും എല്ലാം അതിൻ്റെ മുറയ്ക്ക് തന്നെ നടന്നു. ഉത്തരം പറയാതിരുന്ന എല്ലാവർക്കും 100 പ്രാവശ്യം എംപോസിഷനും കിട്ടി. ഇത്തവണ എന്തുകൊണ്ടോ വൈശുവിന് കിട്ടിയില്ല. മഹാദേവൻ നേരെ അടുത്ത പോർഷനിലേക്ക് കടന്നു. വൈശു അവൻ പഠിപ്പിക്കുന്നത് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നെങ്കിലും ദേവനെ വായി നോക്കുന്നതിൻ്റെ തിരക്കിലായിരുന്നു. അവൻ്റെ കണ്ണ്, മൂക്ക്, താടി, കണ്ണുകൾ, എടുപ്പും നടപ്പും, കൂടുതൽ എന്തിനു പറയുന്നു, സംസാരിക്കുമ്പോൾ അവൻ്റെ ചുണ്ടുകളുടെ ചലനം പോലും പെണ്ണിൻ്റെ കണ്ണുകൾ പ്രണയത്തോടെ ഒപ്പിയെടുത്തു. നിമിഷങ്ങൾ കടന്നുപോയി. അടുത്ത ബെല്ലിൻ്റെ ശബ്ദം കേട്ടതും വൈശാഖിയുടെ മുഖത്ത് സങ്കടം തിങ്ങി നിറഞ്ഞു. നാളെ തൊട്ട് പ്രാക്ടീസ് ഉണ്ടെന്നാണ് സിദ്ധേട്ടൻ പറഞ്ഞത്. വൈകിട്ട് കോളേജ് വിട്ട് തിരികെ വീട്ടിലേക്ക് പോകുന്നതിനിടയിലായിരുന്നു വൈശാഖി ഡ്രൈവിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന മഹാദേവനോട് ഇത്തിരി പതർച്ചയോടുകൂടി പറഞ്ഞത്. ആര്? വണ്ടി ഓടിക്കുന്നത് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നവൻ പെട്ടെന്ന് അവളുടെ മുഖത്തേക്കൊന്ന് പാളി നോക്കി. അത് സിദ്ധുവേട്ടൻ എന്ന് പറഞ്ഞത് മഹാദേവന് ശരിക്കും പറഞ്ഞാൽ മനസ്സിലായിരുന്നില്ല. അതെ, സിദ്ധാർത്ഥ്, കോളേജ് ചെയർമാൻ. ഇന്ന് രാവിലെ അത് സംസാരിക്കാൻ വേണ്ടിയാ എന്നെ വിളിച്ചത്. ദേവൻ്റെ മനസ്സിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അത് തീർന്നോട്ടെ എന്ന രീതിയിൽ വൈശു കാര്യങ്ങൾ തുറന്നു പറഞ്ഞു. മഹാദേവൻ അവൾ പറയുന്നത് കേൾക്കുന്നുണ്ടായിരുന്നെങ്കിലും അതിനൊരു മറുപടിയും കൊടുത്തില്ല. ക്ലാസ്സിലെ വേറെ കുട്ടികളെ കൂടി അറേഞ്ച് ചെയ്യാവോ എന്ന് എന്നോട് രാവിലെ ചോദിച്ചു. പെണ്ണ് അടുത്തിരിക്കുന്നവൻ്റെ മുഖത്തേക്ക് ഒന്നും കൂടി വൈശു പാളി നോക്കി. അവിടെ ദേഷ്യമില്ല, ശാന്തമാണ്. അച്ഛൻ്റെ കൂടെ പോന്നു. അച്ഛനും വടംവലി പ്രാക്ടീസ് കാണും നാളെ തൊട്ട്. ദേവൻ റോഡിലേക്ക് മാത്രം ശ്രദ്ധ ചെലുത്തി. അവൾ തലയാട്ടി സമ്മതിച്ചു. പിന്നീട് വണ്ടിയിൽ സ്റ്റീരിയോയിൽ നിന്നുള്ള പാട്ടല്ലാതെ മറ്റൊന്നും ഉയർന്നു കേട്ടില്ല. വീടിൻ്റെ ഗേറ്റ് കടക്കുന്നിടം വരെ വൈശാഖി ദേവനെ അവനറിയാതെ നോക്കിക്കൊണ്ടിരുന്നു. അവരുടെ വണ്ടി വീടിൻ്റെ ഗേറ്റും കടന്ന് അകത്തേക്ക് കയറിയപ്പോഴാണ് മുറ്റത്ത് കിടക്കുന്ന കാർ പൊടുന്നനെ വൈശുവിൻ്റെയും മഹാദേവൻ്റെയും കണ്ണിൽ പെട്ടത്. ഇതിപ്പോൾ ആരാ ബെൻസ് കാറിൽ ഇവിടെ? ദേവൻ്റെ ചിന്ത കാട് കയറിയപ്പോൾ ആ കാറിൻ്റെ നമ്പറിൽ കണ്ണുകൾ കുടുങ്ങിയ പെണ്ണിൻ്റെ മുഖം ആദ്യമായൊന്ന് കുറുകിയിരുന്നു. പിന്നീട് ഭയത്താൽ ചുരുങ്ങിപ്പോയി. അവളൊരു ബലത്തിനായി ദേവൻ്റെ ഇടത്തെ കൈയിൽ മുറുക്ക പിടിച്ചു. ശരീരം മൊത്തം തണുപ്പ് പടരുന്നതോ ഉടൽ വിറയ്ക്കുന്നതോ ഒന്നും പെണ്ണറിഞ്ഞില്ല. വൈശാഖി! കൃഷ്ണമണി പിന്നിലേക്ക് മറിയുന്നവളെ കണ്ടതും ദേവൻ ആദിയോടെ അവളുടെ കവിളിൽ തട്ടി വിളിച്ചു. ദീപക്കിനല്ലായിരുന്നോ ഇവളെ കാണണമെന്നും പറഞ്ഞു വാശി? ഇപ്പോൾ കണ്ടില്ലേ, നമ്മളെ കണ്ടപ്പോൾ തന്നെ പെണ്ണ് ബെഡിൽ കയറിയത്. വെറുതെ സമയം തുലച്ചു കളഞ്ഞു. കൊച്ചിയിലെ സെമിനാർ കഴിഞ്ഞപ്പോൾ തന്നെ നേരെ ബാംഗ്ലൂർക്ക് ഫ്ലൈറ്റ് പിടിച്ചാൽ മതിയായിരുന്നു. എനിക്കിന്ന് ചെന്നിട്ട് 2 സർജറികൾ അറ്റൻഡ് ചെയ്താണ്ടാണ്. നന്ദിത കടുത്ത അമർഷത്തോടെ ഹാളിലെ സെറ്റിയിൽ കാലിന് മുകളിൽ കാല് കയറ്റി വെച്ചിരുന്നു. എന്നിട്ട് അടുത്തായിട്ടിരിക്കുന്ന ദീപക്കിനെ ഒട്ടൊരു ധീരസത്തോടെ നോക്കി. ദീപക് അവരെ നോക്കി ഒന്ന് ചിരിച്ചു. എന്നിട്ട് മൂക്കിന് മുകളിൽ വെച്ചിരിക്കുന്ന കണ്ണാടി വലത്തെ കൈയിലെ ചൂണ്ടുവിരൽ കൊണ്ട് മെല്ലി ഒന്ന് ഇത്തിരി പൊക്കി കയറ്റി വെച്ചു. എത്രയൊക്കെ ആണെങ്കിലും മാഡത്തിൻ്റെ മകളല്ലേ. വൈശാഖി ഇവിടെ താമസിക്കുന്നെന്നോ എങ്ങനെ താമസിക്കുന്നെന്നോ ഒക്കെ അറിയേണ്ട ആവശ്യം നമുക്കില്ലേ മാഡം? അതുകൊണ്ടാണ് ഞാനും മാഡത്തിനെ നിർബന്ധിച്ചത്.
അങ്ങേയറ്റം ബഹുമാനത്തോടെയും വിനയത്തോടെയും സംസാരിച്ചു കൊണ്ടിരുന്ന ദീപകിൻ്റെ കണ്ണുകളിൽ ഒരു കൗശലഭാവം. ബാംഗ്ലൂരിലെ തന്നെ ഏറ്റവും മികച്ച നമ്മുടെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ MBBSൻ്റെ സീറ്റ് വേണ്ടെന്ന് വെച്ചിട്ട് ഈ പട്ടിക്കാട്ടിലെ കോളേജിൽ പഠിക്കണമെന്ന് പറഞ്ഞ് ശാഠ്യം പിടിച്ച് വന്നവളല്ലേ ഇവള്. അതിന് കൂട്ടുനിന്നത് എൻ്റെ അമ്മയും. എന്താണെങ്കിലും ഇവളുടെ ജീവിതം എൻ്റെ അമ്മ കാരണം നശിച്ചു. ഈ 3 വർഷം ഒന്ന് കഴിയാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഞാൻ, പിടിച്ച് കെട്ടിച്ചു വിടാൻ. അത് പറയുമ്പോൾ നന്ദിതയുടെ അണപ്പല്ല് ഞെരിയുന്നുണ്ടായിരുന്നു. ദീപകിൻ്റെ പൂച്ചക്കണ്ണുകൾ അത് കേട്ടതും എന്തിനോ എന്നവണ്ണം ഒന്ന് ചിമ്മി അടഞ്ഞു. മാഡം പറയുന്നത് ശരിയായ കാര്യമാണ്. ഈ കുഞ്ഞു വീട്ടിൽ വൈശാഖി എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നോ എന്തോ. അടുത്ത് നല്ലൊരു ഹോസ്പിറ്റലുണ്ടോ? അറ്റ്ലീസ്റ്റ് ഷോപ്പിംഗ് പോകാൻ ഒരു മാള് പോലും ഇല്ല. ആ കുട്ടിക്ക് ശരിക്കും പറഞ്ഞാൽ എന്ത് പറ്റിയതാ? ഇത്രയും ലക്ഷറിയസ് ലൈഫ് ജീവിച്ചിട്ട് ഇങ്ങനെയൊരു വീട്ടിൽ, അതും ഇങ്ങനെയുള്ള മനുഷ്യർക്കിടയിൽ. ഐ കാൻ ബിലീവ് ഇറ്റ്. ഒന്നിനിടയിൽ ഒരു തള്ള എന്ന രീതിയിലായിരുന്നു ദീപക് അപ്പോൾ സംസാരിച്ചത്. അതിനിടയിൽ വൈശാഖി കിടക്കുന്ന മുറിയിലേക്ക് ഇരുന്നു കൊണ്ട് തന്നെ എത്തിക്കുത്തി നോക്കുവാനും അയാൾ മറന്നില്ല. അതും കൂടി കേട്ടത് നന്ദിതയ്ക്ക് ദേഷ്യം അങ്ങ് ഉച്ചസ്ഥായിലായി. മകൾ കാരണം ഒരു ജൂനിയർ ഡോക്ടറിന് മുൻപിൽ തൻ്റെ സ്റ്റാറ്റസ് ഇടിഞ്ഞു പോയതുപോലെ ഒരു അവസ്ഥ. അവരുടെ കണ്ണുകളിൽ വൈശാഖിയെ ഓർത്ത് തീ എരിഞ്ഞു. ചായ കുടിക്ക്. അപ്പോഴേക്കും ലക്ഷ്മി ഒരു ട്രെയിൽ ചായ ഗ്ലാസുകളുമായി വന്നു. വേണ്ട. നന്ദിത മുൻപിൽ നിൽക്കുന്ന ലക്ഷ്മിയെ നോട്ടം കൊണ്ട് അളന്നു. തൻ്റെ ഫ്ലാറ്റിൽ നിൽക്കുന്ന വേലക്കാരിക്ക് പോലും ഇതിലും കെറ്റപ്പുണ്ട്. അവർ മനസ്സിൽ പുച്ഛത്തോടെ ചിന്തിച്ചു. നന്ദിതയുടെ വെറുപ്പോടെയുള്ള മുഖഭാവം കണ്ടതും ലക്ഷ്മി വല്ലാതായി. എങ്കിലും അവരത് വൈശാഖിക്ക് വേണ്ടി ഒരു ചിരിയിൽ ഒതുക്കി കളഞ്ഞു. താൻ എന്തെങ്കിലും പറഞ്ഞാൽ അവർ വൈശുവിനെ ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോകുമോ എന്നതായിരുന്നു ലക്ഷ്മിയുടെ അപ്പോഴത്തെ പേടി. അതുകൊണ്ട് തന്നെ അവർ വീണ്ടും നന്ദിതയെ ചായ കുടിക്കാൻ പറഞ്ഞ് നിർബന്ധിക്കാനായി പോയില്ല. ട്രേ ടീപ്പോയുടെ മുകളിലേക്ക് എടുത്തു വെച്ചിട്ട് ഇത്തിരി പിന്നിലേക്ക് നീങ്ങി നിന്നു. ഞങ്ങൾ ഇറങ്ങുന്നു. അവളെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാ. നന്ദിത ധൃതിയിൽ നിന്നും അവിടെ നിന്ന് എഴുന്നേറ്റു. പിന്നാലെ ദീപക്കും. വൈശാഖിക്ക് ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ ആങ്സൈറ്റി അറ്റാക്ക് വരുന്നതാണ്. ഈ ഒരു മെഡിസിൻ കൊടുത്താൽ മതിയാവും. കയ്യിലിരിക്കുന്ന ഒരു പ്രിസ്ക്രിപ്ഷൻ ലക്ഷ്മിയുടെ നേർക്ക് പൊടുന്നനെ ദീപക്ക് നീട്ടി. ലക്ഷ്മി വൈശാഖിയുടെ മുറിയിലേക്കൊന്ന് നോക്കിയിട്ട് അത് കൈ നീട്ടി വാങ്ങി. എനിക്കൊന്ന് കാണണം അവളെ, നന്ദിത മുഖം മുറുക്കിക്കൊണ്ട് നിർദ്ദേശിച്ചു. ആ, പറ്റില്ലെന്ന് പറയണമെന്നുണ്ടായിരുന്നെങ്കിലും ലക്ഷ്മി മനഃപൂർവ്വം അത് വിഴുങ്ങി. നിങ്ങളൊരു അമ്മയാണോ എന്ന് അലറി വിളിച്ച് അവർക്കപ്പോൾ ചോദിക്കണമെന്നുണ്ടായിരുന്നു. ആ കുഞ്ഞിനെ എന്തിനിങ്ങനെ കൊല്ലാക്കൊല ചെയ്യുന്നതെന്ന് അവരോട് വാദിക്കണമെന്ന് ലക്ഷ്മിക്കുണ്ടായിരുന്നു. നിങ്ങളെ കണ്ടിട്ടാണ് ആ പാവത്തിനിപ്പോൾ വയ്യാതായെന്ന് അവരുടെ മുഖത്തടിച്ച് പറയണമെന്ന് ലക്ഷ്മിക്കുണ്ടായിരുന്നു. എങ്കിലും അവർ നിശബ്ദയായി. എങ്ങനെയെങ്കിലും ഇവർ പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങിപ്പൊയ്ക്കോട്ടെ എന്നൊരു ചിന്ത മാത്രമേ അവരപ്പോൾ മനസ്സിൽ ചിന്തിച്ചിരുന്നുള്ളൂ. ഒന്നാമതേ അമ്മ ഇവിടെ ഇല്ല. അടുത്ത വീട്ടിലെ കൊച്ചിൻ്റെ ചോറൂണിൻ്റെ ഫംഗ്ഷന് പോയിരിക്കുകയാണ്. ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. ഒരു തരത്തിൽ പറഞ്ഞാൽ അതൊരു നല്ല കാര്യമാണ്. അമ്മ വന്നാൽ ഇവരെ കണ്ടാൽ ഉറപ്പായിട്ടും ഇവിടെ ഒരു ഒച്ചപ്പാടുണ്ടാവും. അമ്മ ഇവരോട് ദേഷ്യപ്പെടും. വൈശാഖിയെ അവളുടെ അമ്മ തിരികെ ബാംഗ്ലൂരിലേക്ക് കൊണ്ടുപോകും. അതാണ് പിന്നീട് സംഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നന്ദിതയും ദീപക്കും വൈശാഖിയുടെ മുറിയിലേക്ക് കയറിപ്പോകുന്നത് ഒട്ടൊരു നിസ്സഹായതയോടെ അവർ നോക്കി നിന്നു. വൈശാഖി റൂമിലേക്ക് കയറി ചെന്ന് കട്ടലിൻ്റെ ക്ലാസ്സിൽ ചാരിയിരിക്കുന്നവളെ ഇത്തിരി ഉച്ചത്തിൽ തന്നെ നന്ദിത വിളിച്ചു. ഒന്ന് ഞെട്ടിക്കൊണ്ട് അവൾ അവരെ മുഖമുയർത്തി നോക്കി. പക്ഷേ അമ്മയ്ക്ക് പിന്നിലായി നിൽക്കുന്ന ദീപകിനെ കണ്ടതും പെണ്ണ് പേടിയോടെ മിഴികൾ അതുപോലെ തന്നെ താഴ്ത്തിക്കളഞ്ഞു. ഈ വീട്ടിൽ, അത് ഇത്രയും ചെറിയ കുടിലിൽ നീ എങ്ങനെ ജീവിക്കുന്നതെന്ന് എനിക്കറിയില്ല. സത്യം പറഞ്ഞേ ഇവിടം കണ്ടിട്ട് തന്നെ എനിക്ക് അറപ്പ് തോന്നുക. എൻ്റെ അമ്മയ്ക്ക് കൊടുത്ത വാക്ക് ഓർമ്മയുള്ളത് കൊണ്ട് മാത്രമാണ് നിന്നെ ഇപ്പോൾ ഇവിടെ നിന്നും പിടിച്ച പിടിയാലെ ഞാൻ കൂട്ടിക്കൊണ്ട് പോകാതിരിക്കുന്നത്. അതുകൊണ്ട് മര്യാദയ്ക്ക് അടങ്ങി ഒതുക്കിയും ജീവിക്കാൻ നോക്ക്. ഞാൻ വിളിക്കുമ്പോൾ നീ തിരിച്ചു വന്നേക്കണം. നന്ദിത അവൾക്ക് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് ചീറി. യെസ് മമ്മ. കണ്ണുകൾ ഇറുക്കെ അടച്ചു പിടിച്ചുകൊണ്ട് അവൾ കൈവിരലുകൾ ഒരു താങ്ങിനായി ബെഡ്ഷീറ്റിൽ അമർത്തി. എങ്കിൽ ശരി, ഞാൻ ഇറങ്ങുന്നു. ക്യാഷ് ഇട്ടിട്ടുണ്ട് അക്കൗണ്ടിൽ. അത്രയും പറഞ്ഞിട്ട് നന്ദിത ആ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയി. അവർ പോയെന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് കണ്ണുകൾ തുറന്ന വൈശു കാണുന്നത് താനിരിക്കുന്ന കട്ടിലിലേക്ക് വലതുകാല് കയറ്റി വെച്ചുകൊണ്ട് തനിക്ക് നേരെ ദേഹം ചായച്ചു പിടിച്ചു നിൽക്കുന്ന ദീപക്കിനെയാണ്. അവൻ്റെ മുഖമോ തനിക്ക് ഒരു കൈ അകലത്തിലും. വൈശാഖി പേടിയോടെ ഒന്നും കൂടി ബെഡിൻ്റെ ക്രാസിയിലേക്ക്
തൻ്റെ ശരീരത്തിൻ്റെ പിൻഭാഗം അമർത്തി പിടിച്ചു. വൈശാഖി, ഒരു ഭ്രാന്തനെ പോലെ ദീപക് വിളിച്ചു. വൈശാഖി ഈങ്ങലടിച്ചുകൊണ്ട് മുഖം തിരിച്ചു കളഞ്ഞു. ഒരുപാട് നാളൊന്നും നിനക്ക് എന്നിൽ നിന്ന് ഇങ്ങനെ ഒളിച്ചു കഴിയാൻ പറ്റില്ലെന്ന് നിനക്കിപ്പം മനസ്സിലായോ ഗുഡിയ ബേബി? അവളുടെ ഗന്ധം ആസ്വദിക്കുന്നത് പോലെ ദീപക് ഒന്നും കൂടി അവളിലേക്ക് ചേർന്നു. പ്ലീസ് പോ, എൻ്റെ അടുത്തുനിന്ന് പോ, ഉള്ളിൽ ആ പെണ്ണ അലറിക്കൊണ്ട് പറഞ്ഞു. നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ മുത്തേ, നീ എവിടെ പോയാലും നിന്നെ ഞാൻ കണ്ടെത്തിയിരിക്കുമെന്ന്. വെയിറ്റ് ആൻഡ് സീ, ഇനിയാണ് ശരിക്കുള്ള കളികൾ ഞാൻ തുടങ്ങാൻ പോകുന്നത്. അവളുടെ മുഖത്തേക്ക് ശ്വാസം ഒന്ന് ഊതി വിട്ടുകൊണ്ട് പറയുന്നവൻ്റെ പൂച്ചക്കണ്ണുകൾ അവളുടെ മുകളിലേക്ക് പൊടുന്നതിനെ തറച്ചു നിന്നു. ദീപകിൻ്റെ സാമീപ്യത്തിൽ വൈശാഖിയുടെ ശരീരം വീണ്ടും വെട്ടിപ്പിറയ്ക്കുവാനായി തുടങ്ങി. വൈശാഖി, മുറിയിലേക്ക് കയറി വന്ന മഹാദേവൻ്റെ ശബ്ദമാണ് പൊടുന്നതിനെ ദീപകിനെ ഒന്ന് പിന്നിലേക്ക് വലിച്ചത്. അവൻ പെട്ടെന്ന് കട്ടിലിൽ നിന്നും കാല് പിന്നോട്ടേക്ക് വലിച്ചു. വൈശാഖിക്ക് ബോധം വന്നപ്പോൾ ഫ്രഷപ്പ് ആവാൻ വേണ്ടി സ്വന്തം മുറിയിലേക്ക് പോയതായിരുന്നു അവൻ. അവളുടെ അമ്മ അടുത്തുണ്ടല്ലോ എന്നൊരു സമാധാനത്തിലായിരുന്നു ആ നേരം ദേവൻ. ഞാനിവളെ ഒന്ന് പരിശോധിക്കുകയായിരുന്നു. നല്ല ക്ഷീണമുണ്ട് ഇവക്ക്. മരുന്ന് ഞാൻ അമ്മയുടെ കയ്യിൽ എഴുതി കൊടുത്തിട്ടുണ്ട്, സമയത്തിന് കൊടുത്തേക്കണം. ദീപക് പൊടുന്നനെ മഹാദേവനെ നോക്കി ഒരു ചിരിയോടെ പറഞ്ഞു. ആ. ദീപക് അങ്ങനെ പറയുമ്പോഴും കട്ടിലിൽ പേടിച്ചു വിറച്ച് കൂനിക്കൂടിയിരിക്കുന്ന വൈശാഖിയിലായിരുന്നു മഹാദേവൻ്റെ കണ്ണുകൾ. അപ്പോഴും തൻ്റെ മുഖത്തേക്ക് നോക്കുന്നവളുടെ നോട്ടത്തിൽ ഒരാശ്വാസവും അവൻ കണ്ടു. മഹാദേവനിൽ സംശയങ്ങൾ ഉണ്ടാവാൻ അതിൽ കൂടുതലൊന്നും വേണ്ടിയിരുന്നില്ല. അപ്പോൾ അടുത്ത പാട്ടുമായിട്ട് നാളെ വരാം കേട്ടോ. പതിവ് പോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് എഴുതിയിട്ടിട്ട് പോണേ.